ചിറ്റേഴ്സ് ഫാമിലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഞാനിന്ന് എൻ്റെ സ്കൂളിൽ കൊണ്ടുപോകുന്ന കുറേ കാര്യങ്ങൾ കാണിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് വേഗം വീഡിയോയിലോട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ബുക്കും കാര്യങ്ങളും ഗൈസ്. ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ആണ് വെക്കുമ്പോൾ. ഓക്കെ ഗൈസ്, നമുക്ക് ആദ്യം ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ സുഹാൻ ആദ്യം പറയുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് എൻ്റെ കാര്യം പറയുന്നത്. ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് പഴയതല്ല പുതിയതാണ്. അവളുടെ പഴയതാണ് ഗൈസ്. ഇതെൻ്റെ പുതിയത് ആപ്പ് വാങ്ങിച്ചെന്നാണ്. ക്യാമലിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ആണ്. കണ്ടോ, എൻ്റെ ഇത് 8th ബോക്സ് ആണ്. എനിക്ക് അടുത്ത വർഷം സ്കൂളിൽ പറയേണ്ടതിന് എല്ലാം പുതിയതാക്കാം. അപ്പം ഇത് ഞാൻ ഇതൊക്കെ ആവശ്യമില്ല, അപ്പം ഞാൻ എടുത്തു വരുന്നത്. ഓക്കെ സുഹാൻ, ഇനി അടുത്തത് ഇതൊരു റബ്ബറാണ്. ഒരു റബ്ബർ പൊട്ടിക്കത്തില്ല, അത് സ്കൂളിൽ പറഞ്ഞ ഒരു കട്ടറുണ്ട്. അതൊരു കട്ടറാണ്, അത് വെറൈറ്റി കട്ടർ. പിന്നെ ഇത് ഏത് ബ്രാൻഡിന് അതറിയില്ല, പക്ഷെ എന്തായാലും ഇതൊരു പേനുണ്ട്. പിന്നെ ലെക്സിൻ്റെ ഏതോ ഒരു പേനുണ്ട്. പിന്നെ ഏതോ ഒരു ബ്രാൻഡിൻ്റെ പേനുണ്ട്. ഇത്ര പിന്നെ ഒരു പൗച്ചാണ്. ഇതിൻ്റെ വില എത്രയാണെന്ന് പറയാം. ഞാൻ അതിന് തന്നെ പൊളിച്ചതൊക്കെ അറിഞ്ഞാണ്. ഇതിന് 49 രൂപയാണ്. ഈ ഒരു 2 പൗച്ചിനും 49 രൂപയാണ്. പിന്നെ ഇത് കുറേ ബുക്കൊക്കെ ഉണ്ട്. അതായത് നോട്ട് ബുക്ക് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ ഗൈസ്, അപ്പൊ അവന്റെ കളർ ചേഞ്ച് ആണ്. അവന് റബ്ബർ ബ്ലൂ ആണെങ്കിൽ എനിക്ക് പിങ്ക് ആണ്. ബ്ലൂ യെല്ലോയും പിങ്കും ആണ് എനിക്ക്. അതിനെ പോലത്തെ ഒരു ടോട്ടിങ്ങിന്റെ ബ്ലാക്ക് പെന്നുണ്ട്. ഫ്ലയറിന്റെ ഒരു പെന്നുണ്ട്. ഇത് ഏതാണെന്ന് ഞാൻ അമ്മന് നോക്കിയിട്ടില്ല. ഫ്ലയറിന്റെ ഒരു പെൻസിലുണ്ട് ബ്ലൂ, അവന് ഗ്രേ കേട്ടോ. അപ്പൊ ഇത് അതിനെ പോലത്തെ തന്നെ ഒരു പൗച്ചാണ്. ഇതിന് 49 രൂപ. ഇതിന്റെ പുറത്തായിരുന്നു സ്റ്റിക്കർ ഒട്ടിച്ചേച്ചത്, ഞാനത് പറിച്ചു കളഞ്ഞു. ഓക്കെ, ഇതാണ്. പിന്നെ ടെക്സ്റ്റ് ബുക്ക്, ഇതും ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്ക്, ഇത്രയേ ഉള്ളൂ. ബാഗ് സ്കൈ ബാഗ്സ് ആട്ടോ ബാഗ് കാണിക്കല്ലേ സർ? ബാഗ് ഇതെല്ലാവർക്കും നമ്മൾ ഇനി ഇതിനകത്തോട്ട് പെൻസിലും പേനയൊക്കെ എടുത്ത് വെക്കണം. അതൊരു വലിയൊരു ചടങ്ങാണ്. ഇത് ഉമ്മ എടുത്ത് വെച്ചാൽ കഴിച്ചിട്ടുള്ളത്. അത് കാരണം ഇന്നലെ രാത്രി തന്നെ എടുത്ത് വെച്ച് ഇപ്പൊ ഞങ്ങള് വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് എടുത്തു. ഇതൊരു ഇൻസ്ട്രുമെന്റ് ബോക്സ് ആണ്. ഓക്കെ ഗൈസ്, ഞങ്ങളെ രണ്ടിലും ബാഗ് ഇവർക്ക് ചെറിയൊരു കുഞ്ഞു ബാഗ് ഉണ്ട്. എനിക്ക് അടുത്ത വർഷം മേടിക്കാം. ഞാനില്ല. ഈ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഒക്കെ വെക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് എന്താണ് വെക്കേണ്ടതെന്ന് അറിയില്ല. എന്തായാലും ഒരു ചെറിയൊരു കുഞ്ഞു പൗച്ചൊന്നും ഇരിക്കുന്നില്ല. പിന്നെ ടീച്ചറിൻ്റെ മകൻ്റെ ബർത്ത്ഡേക്ക് ടീച്ചർ ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നു. മകൻ പറഞ്ഞ് വാങ്ങിപ്പിച്ച് ഗിഫ്റ്റ് തന്നാണ്. സിൻഡർലാൻ്റെ ഒരു ബുക്കാണ്, സ്റ്റോറി ബുക്കാണ്. ഇത് ഞാൻ വായിച്ചിട്ടുണ്ട്, കുറേ ദിവസം വായിക്കാറുണ്ടായിരുന്നു. പിന്നെ അത് നിർത്തി. പിന്നീട് കുറേ സ്റ്റിബാണ് അതിൻ്റെ അകത്ത്. പിന്നെ ഈ ബുക്കും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. പിന്നെ അധികം സ്റ്റിബ് തന്നെ. എനിക്കതുപോലെ പിന്നെ എൻ്റെ വാപ്പി 3ാം ക്ലാസ്സിൽ വാങ്ങിച്ചൊരു കൊടയാണ്. ഇതാണ്, പക്ഷെ ഇവിടെ പൊട്ടിപ്പൊരു കൊടയാണ്. ഇതാണ് കൊടേൻ്റെ. ഇവിടെ എനിക്ക് കൂടെ ഉണ്ട് ഞാൻ, പക്ഷെ അത് എവിടെയാണ് വെച്ചേക്കണെന്ന് ഓർമ്മയില്ല. കഴിഞ്ഞ വർഷത്തായിരുന്നു യൂസ് ചെയ്യുന്നത്. ഇത് 3 വർഷമായി. കഴിഞ്ഞ വർഷത്തെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എവിടെയോ വെച്ചിട്ടുണ്ട് ഓർമ്മയില്ല. അത് എടുത്ത് തപ്പി വെക്കണം. ഞായറോ തിങ്കളോ വെച്ചിട്ട് ഞാൻ തപ്പി എടുക്കണം. എനിക്ക് എല്ലാം
ഇതെല്ലാം ശൂഷയില്ലാത്ത ആർമാണ് ഇങ്ങനെ. അതല്ലേ ഉമ്മ അടുത്ത ഭാഗത്ത് വെച്ചില്ല ഒന്നുമില്ല. ഓക്കെ എന്താന്ന് വെച്ചാ ഇവിടെ ഒരു കള്ളി, ഇവിടെ ഒരു കള്ളി. വീഡിയോ എടുക്കണമെന്ന് അതിനെ കാണിക്കാൻ പറ്റത്തില്ല, അത് കാരണം ഇവിടെ ഒരു കള്ളി വീഡിയോ ഒക്കെ കാണിക്കാം. ഇവിടെ ഒരു കള്ളി, ഇവിടെ നോക്കിയാൽ ലഞ്ച് ബോക്സ് ഒക്കെ വെക്കാൻ, ഇവിടെ നോട്ട്ബുക്ക്. ഇവിടെ ഒരു കള്ളി എനിക്ക് എക്സ്ട്രാ ആണ്. അവിടെ പൗച്ചും കളർക്ക് അതൊക്കെ ഇട്ട് വെക്കുന്നത്. അതാണ് ഇത്രയേ ഉള്ളൂ. ഞാനപ്പോ ഇതൊക്കെ എടുത്ത് വെക്കാം. ഗൈസ് അപ്പൊ ഇപ്പോഴാണ് ആ കൊറിയർ വന്നത്. ഒരു കുപ്പിയാണ് ഗൈസ്. അവരെന്താ പെയിന്റ് ഒക്കെ കളഞ്ഞത്, എന്താണെന്ന് അറിയില്ല. ഏതെങ്കിലും കഴുകി എടുക്കണം. ഇത് അവരേതൊരു വെള്ളം ഒക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്, അതെന്താണെന്ന് അറിയില്ല. അപ്പൊ കഴുകി എടുത്തിട്ട് ഇവിടെ ചളുക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അയാൾ വണ്ടിയിൽ നിന്ന് കിടന്നുണ്ട്, ചളുക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പോ കൊറിയർ കൊണ്ട് വന്നതല്ല, അപ്പൊ ഇത് എടുത്തോണ്ട് ഇനി ഇത് ഒരു ഇതാണ്. പിന്നെ ലഞ്ച് ബോക്സ് എല്ലാരും കഴിഞ്ഞ വർഷത്തെ തന്നെയാണ് യൂസ് ചെയ്യുക. എല്ലാം കഴിഞ്ഞ വർഷത്തെയാണ്, പുതിയതായിട്ടൊന്നുമില്ല. ശമ്പളമൊന്നും വരത്തില്ല, ശമ്പളമൊക്കെ ഉണ്ടായിടാം. അതിനാണ് ഇതൊക്കെ മേടിച്ചത്. എല്ലാം ഞങ്ങൾക്ക് പുതിയതൊക്കെ തന്നെയാണ്. പൗച്ച് എനിക്ക് അടുത്ത വർഷം മേടിക്കണ്ടതിന് ഞാൻ പറഞ്ഞു വേണ്ടായിരുന്നു, അത് പറഞ്ഞു മാറ്റില്ല.